ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ട് ഒന്നാണ്. കാരണം നമ്മുടെ ഇമ്മക്കുട്ടിയുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് പാർക്കിൽ പോകണമെന്നത്. സോ അത് നമുക്ക് സാധിച്ചു കൊടുക്കാം. ഞാനും ഇമ്മക്കുട്ടിയും മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. പാലക്കാട് കോട്ടയോട് ചേർന്ന് കിടക്കുന്ന വാടികയിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. വാടികയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഈമക്കുട്ടിയുടെ ഫേവറേറ്റായ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എനിക്ക് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഈമക്കുട്ടിക്ക് സ്ട്രോബെറി ഐസ്ക്രീമും വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ച് കൈയൊക്കെ വാഷ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ബാക്കി ഈമക്കുട്ടിയുടെയും എൻ്റെയും കിളിപോയ അവസ്ഥയായിരുന്നു. കാരണം അവിടെ കുറേ റൈഡ് ഉണ്ടായിരുന്നു. അതിലാദ്യം ഊഞ്ഞാലിൽ കയറി കുറേ നേരം കളിച്ചു. അവിടെ കുറേ കുട്ടികൾ സ്ലൈഡിലാണ് കയറി കളിക്കുന്നത് കണ്ടത്. അപ്പോൾ ഈമക്കുട്ടിയും ആവേശത്തിൽ ഓടിച്ചാടി സ്ലൈഡിൽ കയറി. പക്ഷെ നല്ല ഹൈറ്റുള്ള സ്ലൈഡൊക്കെ ആയിരുന്നു. മേലെ കയറിയിട്ട് ആൾക്ക് താഴെ ഇറങ്ങാൻ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൈപിടിച്ച് പതുക്കെ സമാധാനത്തിൽ ഇറക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നാലും ആ സ്ലൈഡിൽ തന്നെയാണ് കുറേ സമയം കളിച്ചത്. പിന്നെ ഞാൻ പതുക്കെ നിർബന്ധിച്ച് വേറെ കുഞ്ഞു സ്ലൈഡിലും മറ്റു ഊഞ്ഞാലിലും താറാവിലും അങ്ങനെ കുറേ റൈഡിൽ കയറ്റിയിരുത്തി കളിപ്പിച്ചു. അങ്ങനെ കുറേ നേരം കളിച്ചു. കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആൾ ഇങ്ങനെ താഴെ വീഴാൻ കുറച്ച് പേടിയാണ്. പക്ഷെ ഇങ്ങനെ പതുക്കെ വരും. അടുത്തത് നമ്മൾ താറാവിൽ കയറി. അതിലിരുന്ന് ഫുൾ അങ്ങനെ കറങ്ങി ഇമ്മക്കുട്ടിയെ അവിടെ നിന്നും കൊണ്ടുവരുന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു. സത്യം പറയാലോ, പാരൻസ് നമ്മൾ പാർക്കിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ഒറ്റയ്ക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല. കാരണം അവർ തിരിച്ച് വിളിച്ചാൽ വരില്ല. പിന്നെ നമുക്ക് അവരുടെ അവസ്ഥയും മനസ്സിലാക്കണം. വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്ത് പോകുമ്പോൾ അവർക്ക് കളിക്കാൻ പറ്റിയൊരു സ്ഥലം കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് അവർക്ക് മതിയാവില്ല. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ഇമ്മക്കുട്ടീനെ പതുക്കെ താഴെ ഇറക്കി. പക്ഷേ ഇനിയും കുറച്ച് നേരം കൂടെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി, ഓക്കേ എന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു റൈഡിൽ കളിപ്പിച്ചു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീസോ അല്ല, എന്നാലും കുഞ്ഞു കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന പോലൊരു റൈഡായിരുന്നു. അതിനുശേഷം വീണ്ടും ഊഞ്ഞാലിലേക്ക് ഓടുന്നുണ്ട്. അവിടെ താറാവിനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ ശ്രദ്ധ തിരിച്ച് വേഗം ഊഞ്ഞാലിലേക്ക് മാറ്റി. അങ്ങനെ ഊഞ്ഞാലിൽ പോയി കയറി. പാലക്കാടുള്ളവരാണെങ്കിൽ പാലക്കാടിലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഇമ്മക്കുട്ടിയെ പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. വീട്ടിലൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ നല്ലപോലെ നിർബന്ധിക്കണം. പക്ഷെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ നല്ല കുട്ടിയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആൾ കഴിക്കാറുണ്ട്. കുറേ നേരം കഴിച്ചു. കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വാരി കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പോലും എൻ്റെ മൈൻഡിൽ ഇത് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ എടുത്തു വെച്ചപ്പോൾ ഇപ്പോൾ നന്നായി എന്ന് തോന്നുന്നു. അങ്ങനെ വണ്ടിയിലിരുന്ന് വാടകയിൽ കളിച്ച ഓരോ റൈഡിനെ കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. വീണ്ടും ആ പാർക്കിലേക്ക് കൊണ്ടുപോകാം എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഈമക്കുട്ടിയും ഞാനും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.